ഹായ് ഓൾ, ഞാൻ അഫിൻരാജ്. നിങ്ങൾ ഏവരെയും ഐക്കൺ ലേണിംഗ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് പറയാം. എൻ്റെ സബ്ജക്റ്റ് മാത്ത് ആണ്. അതായത് നമ്മുടെ മത്സര പരീക്ഷകളിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട്. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ്. അതായത് നമ്മുടെ ഈ QA നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതായത് ഇതിന്റെ സിലബസ് എന്താണ്, അതെങ്ങനെ പഠിച്ചെടുക്കാം എന്നീ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് പോർഷനെ, മത്സര പരീക്ഷകളിലെ ആപ്റ്റിറ്റ്യൂഡ് പോർഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിലൊന്നാണ് അരിത്തമെറ്റിക്, മറ്റൊന്നാണ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക്കില് നമ്മൾ നമ്പേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ബേസിക് ഓപ്പറേഷൻ ആയ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയവയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി അരിത്തമെറ്റിക് പോർഷൻ പഠിക്കുന്നതിന് കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിന് തന്നെ പഠിക്കുക. എത്രത്തോളം നമ്പേഴ്സുമായി നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നോ അത്രത്തോളം നമ്മൾ ഈ ഒരു ഏരിയയിൽ സ്കിൽഡായിരിക്കും. ആൾസോ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് വരുന്നത് അരിത്തമെറ്റിക്കിലാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് യൂസ്ഫുൾ ആകുന്നത് എവിടെയാണ്? അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഏരിയയിലാണ്. അതേസമയം അഡ്വാൻസ് ടോപ്പിക് നമുക്ക് പഠിക്കുന്നതിന് കൃത്യമായ ഓർഡർ ഒന്നുമില്ല. നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും അഡ്വാൻസ് മാത്സ് പഠിച്ചു തുടങ്ങാനായിട്ട് കഴിയും. അഡ്വാൻസ് മാത്സിൽ നമ്മൾ എക്സൽ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? തിയറംസ് അറിഞ്ഞിരിക്കണം, ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, ഫോർമുലാസ് എന്ത് ചെയ്യണം? നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഈ രണ്ട് സെക്ഷനും നമ്മൾ ഒരുപോലെ സ്കിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് QAയിൽ 100% സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, 100% മാർക്ക് മേടിക്കുവാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ അരിത്തമെറ്റിക് എങ്ങനെ പഠിക്കണം, അഡ്വാൻസ് എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. അരിത്തമെറ്റിക്കിന് നമുക്ക് പഠിക്കാനുള്ള ഇത്ര ടോപ്പിക്കുകൾ മാത്രമാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തേതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഏതാ? പെർസെൻറ്റേജിൽ നിന്ന് തുടങ്ങുക. അതായത് ഒരു വീട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഫൗണ്ടേഷൻ എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ? പൊക്കി കെട്ടി എന്ത് ചെയ്യാൻ പറ്റൂ? മുകളിലേക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ എൻ്റയർ അരിത്തമെറ്റിക്കിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പെർസെൻറ്റേജ്. മറ്റൊരു ചാപ്റ്റർ ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് രണ്ടും ബേസിക് ചാപ്റ്റർ ആണ്. ഈ രണ്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എൻ്റയർ അരിത്തമെറ്റിക് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഉപയോഗിച്ച് ഒരു ഇക്വേഷനും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കാനായിട്ട് കഴിയും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐക്കൺ ലേണിംഗ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ബേസിക് ചാപ്റ്റർ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. റേഷ്യോയിലൂടെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ബേസ് എന്ത് ചെയ്യുന്നു? സ്ട്രോങ് ആക്കി വെക്കുന്നു. ഇനി ഞാനിവിടെ ഗ്രീൻ കളറിൽ കുറച്ച് ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ്, പ്രോബ്ലം ഓൺ ഏജസ്, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ അല്ല. നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് പാർട്ട്ണർഷിപ്പ്, പ്രോബ്ലം ഓൺ ഏജസ് എന്ന് പറയുന്നത്. ഇനി ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഈ ബാക്കിയുള്ള അരിത്തമെറ്റിക് പോർഷൻ പഠിച്ചതിന് ശേഷമാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ പഠിക്കുന്നത്. കാരണം എന്ത് എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ ബാക്കി വന്നിരിക്കുന്ന ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് അലിഗേഷൻ എന്ന് പറയുന്നത്, അല്ലാതെ സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ അല്ല. ഓക്കെ, പിന്നെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോവാം? ആവറേജിലേക്ക് പോകാനായിട്ട് കഴിയും. ആവറേജ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ തോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മുടെ മൈൻഡ് കാൽക്കുലേഷൻ സെറ്റ് ആയി തുടങ്ങുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. നമ്മൾ കുറച്ച് ചിന്തിക്കണം ഈ ചാപ്റ്ററിൽ. ഓക്കെ, അതെങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫർദർ ചാപ്റ്റേഴ്സ് പഠിക്കാം. ഈ ഓർഡറിൽ തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങാം? വേണമെങ്കിൽ ടൈം ആൻഡ് വർക്കിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഈ 3 ചാപ്റ്റേഴ്സ് ആദ്യമേ പഠിച്ചിരിക്കുക അരിത്തമെറ്റിക്കിൽ. അതിനുശേഷം ബാക്കിയുള്ളത് പഠിക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പഠിക്കുന്ന പെർസെൻറ്റേജിന്റെ ആപ്ലിക്കേഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും പെർസെന്റേജിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ദെൻ നമ്മൾ എന്തിലേക്ക് പോകുന്നു? ടൈം സ്പീഡ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നു. നമ്മുടെ എൻറ്റയർ അരിത്തമെറ്റിക്കിലെ വൺ ഓഫ് ദ ലെന്തിയസ്റ്റ് ടോപ്പിക് ആണ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ദെൻ അതിൽ വരുന്ന സബ് ടോപ്പിക് ആണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്നത്. ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, റിലേറ്റീവ് സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതും ടൈം സ്പീഡ് ഡിസ്റ്റൻസിന്റെ സബ് ടോപ്പിക് ആണ്. ദെൻ ലീനിയർ ആൻഡ് സർക്കുലർ റേസ് എന്ന് പറയുന്നതും ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് പോകുന്നു. ഇതിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അരിത്തമെറ്റിക്കിലെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ചാപ്റ്റർ. എന്നിരുന്നാലും നമുക്കിവിടെ കാൽക്കുലേഷൻ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാൽക്കുലേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ആ കാൽക്കുലേഷൻ കുറയ്ക്കാനുള്ള കാൽക്കുലേഷൻ ടെക്നിക്സും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ദെൻ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് റേഷ്യോയുടെയും LCM HCF എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്ററിന്റെയും എന്താണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സബ് ടോപ്പിക് ആയിട്ടാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഈ പഠിച്ച ഈ ഇത്രയും കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്, എസ്പെഷ്യലി പെർസെന്റേജിന്റെയും റേഷ്യോന്റെയും ആവറേജിന്റെയും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് നമുക്കൊരു ഡേറ്റ തന്നേക്കും, ആ ഡേറ്റ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ എഴുതുക. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു പ്രാക്ടീസ് മാത്രം മതി. ഓക്കെ, ഇതെത്രയാണ് നമ്മുടെ അരിത്തമെറ്റിക്കിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ ഈ CISA കൂടെ തന്നെ നമ്മൾ എന്തുകൂടെ പഠിക്കുന്നുണ്ട്? ഇൻസ്റ്റാൾമെന്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് കൂടി പഠിക്കുന്നുണ്ട്. പണ്ട് ഇത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്നതാണ് SSC എക്സാമുകൾക്ക്. ഇപ്പൊ എന്താണ്? ഇപ്പൊ അധികം ചോദിക്കാറില്ല. അതുകൊണ്ട് എന്താണ്, നോർമലി ഈ പോർഷൻസ് സ്കിപ്പ് ചെയ്താണ് പോകുന്നത്. സൈക്കിൾ ലേണിംഗ്സിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇൻസ്റ്റാൾമെന്റ് വീഡിയോസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാണാനായിട്ട് കഴിയും. ദെൻ അരിത്തമെറ്റിക്കിനോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടെ പഠിക്കുന്നുണ്ട്? അഡ്വാൻസ് കൂടി പഠിക്കുന്നുണ്ട്. ഈ അഡ്വാൻസിൽ ഞാൻ ഇവിടെ ആദ്യമേ നമ്പർ സിസ്റ്റം, LCM HCF, സിംപ്ലിഫിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ, അതായത് ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, സെറ്റ്സ് ആൻഡ് ഇൻഡിസസ് കൂടി തന്നിട്ടുണ്ട്. നമ്മുടെ എൻറ്റയർ QA പോർഷന്റെ ഒരു 15 മുതൽ 20% വരെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, നമ്പർ സിസ്റ്റം എന്നോണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ സിസ്റ്റത്തിനകത്ത് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത് പോരാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? LCM HCF, സിംപ്ലിഫിക്കേഷൻ, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, സെറ്റ്സ് ആൻഡ് ഇൻഡിസസ് തുടങ്ങിയവ ചേർന്ന് ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയും നമ്പർ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇത് ആക്ച്വലി ഒരു അഡ്വാൻസിന്റെ പോർഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, എന്നാൽ പ്യൂർലി അരിത്തമെറ്റിക് ആണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അഡ്വാൻസിന്റെ കൂടെ പഠിച്ചു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ദെൻ അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്വാൻസ് മാത്സിലും മെൻസുറേഷനിലേക്ക് പോകുന്നു. ഓക്കെ, മെൻസുറേഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. 2 ഡയമെൻഷണൽ മെൻസുറേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, 3 ഡയമെൻഷണൽ മെൻസുറേഷനും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ആൽജിബ്ര. ഒത്തിരി കുട്ടികൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് ആൽജിബ്ര എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ ഇതുപോലെ എളുപ്പമുള്ള മറ്റൊരു ചാപ്റ്റർ നമുക്കില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്താ ബേസിക് ഐഡന്റിറ്റീസ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് SSC റെയിൽവേ എക്സാമുകൾക്ക് ചോദിക്കുന്നത്. അതേസമയം നിങ്ങൾ UPSC CDS പോലുള്ള ഡിഫൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എന്തായിട്ട് പഠിക്കണം? ഡീപ്പ് ലെവലിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ആൽജിബ്രയുടെ കൂടെ തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, പോളിനോമിയൽസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ട്രിഗണോമെട്രിയിലേക്ക് പോകുന്നുണ്ട്. ട്രിഗണോമെട്രിയുടെ ഒരു സബ് ടോപ്പിക് ആണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവേഴ്സ് ട്രിഗണോമെട്രി തന്നിട്ടുണ്ട്. ഇത് ഒരു വർഷം അതായത് കഴിഞ്ഞ വർഷം എന്ത് ചെയ്യുന്നുണ്ട്? SSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഒരു ചെറിയ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് ട്രിഗണോമെട്രി സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും, സമയമില്ലെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു 1-2 ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിച്ചെടുക്കുന്നു. ദെൻ കംസ് ജോമെട്രി. നമ്മുടെ ഈ ഒരു അഡ്വാൻസ് പോർഷനിലെ ഏറ്റവും ലെന്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ജോമെട്രി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 40 ക്ലാസ്സോളം നമുക്ക് എന്തുണ്ടാകും? ജോമെട്രിയിൽ നിന്നുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. 40 ക്ലാസ്സോളം ജോമെട്രിയിൽ നിന്ന് നമുക്കുണ്ടാകും.
അതോടൊപ്പം തന്നെ കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ പഠിച്ചെടുക്കുന്നു. ദെൻ മെയിൻസിന് നമുക്ക് ചോദിക്കുന്ന രണ്ട് ഏരിയാസ് ആണ് പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി നമ്മുടെ ഇപ്പൊ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ വന്നപ്പോഴത്തേക്ക് പ്രോബബിലിറ്റിയിൽ നിന്ന് മോണ്ടി ഹാൾ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സെലക്ഷൻ പോസ്റ്റിന് മാത്രം. അതിനുശേഷം നടത്തിയ CGL പോലുള്ള എക്സാമുകൾക്ക് എന്ത് വന്നിട്ടില്ല, ഈ ഒരു പ്രോബബിലിറ്റിന്ന് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. ദെൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പ്രോബബിലിറ്റി തന്നെയാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലേക്ക് പോകുന്നത്. എത്ര കോമ്പിനേഷൻ ഉണ്ട് എന്നൊക്കെ, അതൊക്കെ എങ്ങനെയാണ് പ്രോബബിലിറ്റിയായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രോബബിലിറ്റിയിൽ നിന്നാണ് നമ്മൾ ഈ കോമ്പിനേഷൻസ് പഠിച്ചു പോകുന്നത്. ഫർദർ നമുക്ക് പഠിക്കാനുണ്ട് എന്ത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോവേരിയൻസ്, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കും, സ്റ്റാറ്റ് പോർഷനിൽ പഠിക്കും. അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ QAയിലെ സിലബസ് എന്ന് പറയാനായിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട കുറച്ച് കാൽക്കുലേഷൻ ടെക്നിക്സ് ഉണ്ട്. ഞാൻ ട്രിക്സിനെ കുറിച്ചല്ല പറയുന്നത്. അതായത് ഒരു സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം, ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യയെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളല്ല ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കുറച്ച് കാൽക്കുലേഷൻ ടെക്നിക്കുകളാണ്. നമുക്കിവിടെ എക്സാം നടക്കുമ്പോഴത്തേക്ക് MCQ ആണ് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അതിനകത്ത് 4 ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആക്ച്വൽ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാതെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ എഴുതുവാൻ കഴിയുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഈ കാൽക്കുലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. 4 ഓപ്ഷനിലെ 3 ഓപ്ഷൻ ഉത്തരമായി വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ശരി ഉത്തരം പിക്ക് ചെയ്യുന്നു. ഇനി എക്സാക്ട് കാൽക്കുലേഷൻ കണ്ടുപിടിക്കാതെ, എക്സാക്ട് കാൽക്കുലേഷൻ ചെയ്യാതെ ഒരു അപ്രോക്സ് വാല്യൂ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഉത്തരം ഇതേ വരൂ, ഓപ്ഷൻ ബി എ വരൂ എന്ന് പറയുന്നതാണ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഡിജിറ്റ് നോക്കി, അല്ലെങ്കിൽ നമ്മുടെ ഓൺസ് പ്ലേസിലെ ഡിജിറ്റ് നോക്കി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 432 എന്ന സംഖ്യയാണെന്ന് വിചാരിക്കുക. ഇതിലെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ആ ചോദ്യം ചെയ്താൽ എന്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 2 വരൂ. ഓപ്ഷനിൽ 2 ഉള്ള ഒരേ ഒരു ആൻസറേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അതാണ് ഉത്തരം എന്ന് പറയാനായിട്ട് പറ്റും ലാസ്റ്റ് ഡിജിറ്റ് കൺസെപ്റ്റ് നോക്കിയതിന് ശേഷം. അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റോ ലാസ്റ്റ് 3 ഡിജിറ്റോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തു നോക്കാതെ ഉത്തരം ഇതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ സം ഉപയോഗിച്ച് പറയാനായിട്ട് പറ്റും. വലിയ വലിയ കാൽക്കുലേഷൻസ് നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാനായിട്ട് പറ്റും, വളരെ വളരെ ചെറുതാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ആയിട്ടുള്ള ഷോർട്ട് കാൽക്കുലേഷൻസ് ഉണ്ട്. നമ്മൾ ഒരു സംഖ്യയെ ബ്രേക്ക് ചെയ്ത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. ദെൻ ഷിഫ്റ്റിംഗ് ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഇത് ആക്ച്വലി നിങ്ങൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇത് പഠിച്ചെടുക്കും. എന്താണ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഡീവിയേഷൻ എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആക്ച്വൽ ക്വസ്റ്റ്യനെ ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്ത് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുന്നു. ദെൻ ക്രോസ് പ്രോഡക്റ്റ് എന്താണ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും, ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും ഡിവിസിബിലിറ്റിയും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ദെൻ കോൺസെപ്റ്റ് ഓഫ് സി ആൻഡ് ഡി, ഇത് കോമ്പണന്റോ ആൻഡ് ഡിവിഡന്റോ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. റേഷ്യോ പഠിക്കുമ്പോൾ നിങ്ങൾ റൂള് പഠിക്കും, അല്ലെങ്കിൽ അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും അതിന്റെ ഷോർട്ട് ടെക്നിക്സും നമ്മൾ പഠിക്കും. ദെൻ പെർസെൻറ്റേജില് നമ്മൾ ഡെസിമൽസിന്റെ വാല്യൂസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇൻ ഡെസിമൽ വാല്യൂസ് ഒക്കെ പഠിക്കാറുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാം, അതാണ് നമ്മളിവിടെ റോൾ ഓഫ് പെർസെൻറ്റേജ് ആൻഡ് ഡെസിമൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഈ ഒരു 12 കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു 25 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രിലിംസിന് ചോദിക്കുന്ന 25 ക്വസ്റ്റ്യൻ ഒരു 15 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, സോൾവ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ഇതിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ അവൈലബിൾ ആക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ സ്റ്റഡി ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഒന്ന്, അരിത്തമെറ്റിക് സ്കിൽ ആകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് എന്തായിരിക്കണം,
നല്ല കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാനായിട്ട് പറ്റൂ. കാൽക്കുലേഷൻ സ്റ്റക്കായി നിന്നാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് കഴിയുമോ? ഒരു ചോദ്യം ചെയ്യാനായിട്ട് 3 മിനിറ്റ് എടുക്കാനായിട്ട് നമുക്ക് സമയമുണ്ടോ? ഇല്ല. നമ്മൾ ഒരു ചോദ്യം എന്ത് ചെയ്യണം? ഒരു 30 സെക്കൻഡിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയണം. അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനുവേണ്ടി കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യും. ഇനി സിലബസ് കംപ്ലീഷൻ ആണ് നമുക്ക് ആദ്യമേ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ എൻറ്റയർ സിലബസ് നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് സമയമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക? എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് സമയം വളരെ ലിമിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് സ്മാർട്ടായിട്ട് ചിന്തിക്കുക. പക്ഷെ നമ്മൾ ആദ്യമേ പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതിൽ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ജസ്റ്റ് നമ്മൾ കിട്ടുന്ന കുറച്ച് ടിപ്സോ ട്രിക്സോ, ഇപ്പൊ ലാഡർ ഫ്രാക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രിക്സ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? AB റൂള് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ കുറച്ച് ട്രിക്സ് ഉണ്ട്. പക്ഷെ ആ ട്രിക്സിന് പിന്നിലെ കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എന്ത് എന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമിനർ ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു, നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാനായിട്ട് പറ്റില്ല. എന്താണ്? ട്രിക്സ് മാത്രമാണ് പഠിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ. അതേസമയം കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ള ഒരു കുട്ടിക്ക് അത് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഓരോ ചാപ്റ്റർ കഴിയും തോറും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലോ ചാനലിലോ നമ്മൾ ഒരു ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഷീറ്റ് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. 3 or 4 തവണ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഈ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇന്ത്യയിൽ നമുക്ക് നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് തയ്യാറാക്കുന്ന ഷീറ്റാണിത്. ദെൻ ഓരോ ചാപ്റ്റേഴ്സ് കഴിയും തോറും, നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അരിത്തമെറ്റിക്കൽ നിങ്ങൾ പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞു. പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ചാപ്റ്റർ മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യമേ നമ്മുടെ ഷീറ്റ് വർക്കൗട്ട് ചെയ്യുക. ഷീറ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാപ്റ്റർ വൈസ് മോക്ക് ചെയ്യുക. നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഷീറ്റ് നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള നിങ്ങളുടെ ആക്യുറസിയാണ് ഫോക്കസ് ചെയ്യാനുള്ള. അപ്പൊ നിങ്ങൾ സ്പീഡല്ല ഫോക്കസ് ചെയ്യാനുള്ള. തെറ്റാതെ ഉത്തരത്തിലേക്ക് എത്തുക. ഫർദർ അത് നല്ല സ്പീഡായി മാറും. നിങ്ങൾ ഈ ഷീറ്റ് തന്നെ 3-4 തവണ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ട് വരും? നല്ല സ്പീഡ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. ഇനി മോക്ക് എഴുതുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് മോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. മോക്ക് അനാലിസിസിന് വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ട് ബുക്ക് വേണം. ആ നോട്ട് ബുക്കിൽ എന്താണ് നിങ്ങളുടെ വീക്ക് ഏരിയ? ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എനിക്കിപ്പോ പെർസെൻറ്റേജ് പഠിക്കുമ്പോൾ എനിക്ക് എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വീക്ക് ആണ്. എന്ത് ചെയ്യുക? പിന്നെയും റിപ്പീറ്റ് ചെയ്യുക, അതിന്റെ കൺസെപ്റ്റ്സ് റിപ്പീറ്റ് ചെയ്യുക, അത് കൃത്യമായി പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ മോക്കിന് വേണ്ടി സെപ്പറേറ്റ് എന്ത് ചെയ്യുക? ഒരു ബുക്ക് കരുതുക. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 60% സിലബസിന് മുകളിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെക്ഷണൽ മോക്കുകൾ എടുക്കുക. അതായത് ഇപ്പൊ QAക്ക് എന്ത് ചെയ്യാം? സെക്ഷണൽ മോക്ക് കിട്ടും. 25 ക്വസ്റ്റ്യൻ ഇന്നത്ര മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ റീസണിങ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആവാറായി, ഒരു പകുതി കൂടുതൽ സിലബസ് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റ് എടുക്കുക, സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എടുക്കുക. അപ്പൊ സെക്ഷണൽ മോക്ക് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. മോക്ക് അനാലിസിസിന് വേണ്ടി എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കയ്യിൽ കരുതുക. ഇനി അരിത്തമെറ്റിക്കും അഡ്വാൻസും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂറാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലെ 1 മണിക്കൂർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കിന് കൊടുക്കുക, 1 മണിക്കൂർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? അഡ്വാൻസിന് കൊടുക്കുക. രണ്ടും ഒരുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് മുമ്പോട്ട് പോവുക. ആദ്യമേ നമ്മൾ പെർസെൻറ്റേജ് ഒരു സ്ഥലത്ത് എടുത്തുവന്നു, ദെൻ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നമ്പർ സിസ്റ്റം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യുക? സൈമൾട്ടേനിയസ് ആയിട്ട് പഠിച്ച് പോവുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് QAയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ പഠിച്ചു വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയും. കൃത്യമായിട്ട് ഒരു 6 മാസം നമ്മൾ ഇതേന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത്. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ കുറച്ച് കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ അമ്മാവന്മാരൊക്കെ എന്ത് പറയും? മോനെ ജോലി ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യം വരും. അമ്മാവന്മാരും ഒക്കെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. എന്ത് ചെയ്യുക? ജസ്റ്റ് ഇഗ്നോർ ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾസ്. ഓക്കെ, അവരെന്ത് ചെയ്യുക? അങ്ങ് ഒഴിവാക്കുക. വേണ്ട, അവർ പറയുന്ന എന്ത് ചെയ്യില്ല, കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇവിടെ എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിയും എന്താണ്? ഒരു ടൈം ബിഗിനർ തന്നെയായിരുന്നു.
അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരും ബിഗിനർ തന്നെയാണ്. അവർ സ്റ്റാർട്ട് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത് കൊണ്ടാണ് അവരെന്തായി മാറിയത്, ഒരു അച്ചീവർ ആയിട്ട് മാറിയത്, അല്ലെങ്കിൽ അവർ എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോ ഈ ഒരു സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത് നമ്മൾ ഇപ്പോ എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. പിന്നെ കമ്പാരിസൺ ഒഴിവാക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കമ്പാരിസൺ ഒഴിവാക്കുക. നിങ്ങളിപ്പോ കൂടെ പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് 6 മാസം കൊണ്ട് ജോലി കിട്ടി, 6 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് അവന് ജോലി കിട്ടി. മറ്റൊരു കുട്ടിക്ക് 1 വർഷം കൊണ്ട് കിട്ടി, 1 വർഷം കൊണ്ട് കിട്ടി. യൂട്യൂബിൽ നിങ്ങൾ നോക്കിയപ്പോ 2 മാസം കൊണ്ട് ഒരു കുട്ടി എന്ത് ചെയ്തു, ജോലി വാങ്ങി. 2 മാസം കൊണ്ട് ജോലി വാങ്ങി. എടാ, അവൻ 2 മാസം കൊണ്ട് ജോലി വാങ്ങിയെങ്കിൽ അവൻ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച ബേസ് അവൻ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് അവൻ 2 മാസം കൊണ്ട് ജോലി മേടിച്ചത്. അല്ലെങ്കിൽ അവൻ അത്രയും എഫർട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് 6 മാസം കൊണ്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് 1 വർഷം കൊണ്ട് കിട്ടിയില്ല, ഇത് നമ്മളെ കൊണ്ട് നടക്കുന്നതല്ല എന്നല്ല ചിന്തിക്കാനുള്ളത്. ചിലപ്പോൾ ഒരു വർഷം എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1.5 വർഷം കൊണ്ടായിരിക്കും കിട്ടുന്നത്. പക്ഷെ കിട്ടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു ടോപ്പിക് ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് ഡിസ്കഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.